ഈ സംസം എന്നുള്ളത് മാത്രമല്ല, പാവങ്ങളായ നമ്മളെപ്പോലത്തവർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ദോഷങ്ങൾ മുഴുവനും ഒരൊറ്റ നോട്ടം ആ കഅബയിലേക്ക് നോക്കിയാൽ അവന്റെ ദോഷങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് പറയുന്ന ഉന്നതമായ അവസ്ഥയിലുള്ള ആ കഅബാലയം അവിടെ പുനരുദ്ധരിപ്പിക്കാൻ കാരണമായത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അവിടെ ഉപേക്ഷിച്ചു പോകണമെന്നുള്ള ആ കൽപ്പനയുടെ പരീക്ഷണത്തിന് വശംവദരായതിലൂടെയാണ്. अल्लाह के हुक्म पर अपनी जान को, माल को, औलाद को, सबको कुर्बान कर रहे हैं। आज हम अपना मुहासबा करें। आज हम मुसलमान तो है, हम अपने दिल का जरा मुहासबा करके देखें कि हमारे दिल में अल्लाह की मोहब्बत पैदा हुई है या नहीं हुई है। അല്ലാഹു തആല ഈ സന്ദർഭത്തിൽ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാണെങ്കിൽ നാം ഒക്കെ നമ്മുടെ അജ്ഞത കാരണം ഇതിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ്. നമ്മൾ ഉറുസാഘോഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ ഫാത്തിഹയിലും സിയാറത്തിലും ഒക്കെ ഒന്ന് കൂടി കുറച്ച് ബർക്കത്തൊക്കെ ഭക്ഷിച്ചു, അതോടുകൂടി ഉറുസ് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് നമ്മിലുള്ളത്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأزواجه وذرياته أجمعين. بعده قال الله تعالى في شأن حبيبه: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم. मुहतरम व मुकर्रम खुलफाए कराम व उलमाए इज़ाम और मेरे अज़ीज़ बुज़ुर्गों और साथियों, अल्लाह तबारक व तआला का हम पर बड़ा करम, फ़ज़ल और उसका एहसान है कि उसने हम आसी पुरमासी गुनहगार बंदों को अल्लाह अपने हबीब दो आलम के आखा इमामुल अंबिया अहमद मुज्तबा मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम की उम्मत बाबरकत में पैदा किया और इस उम्मत में अल्लाह ने हमें पैदा होने का शर्फ़ अज़ीम अता फरमाया। अल्हम्दुलिल्लाह। വന്യരും ആദരണീയരുമായ ഖുലഫ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹവും കൃപയും കൊണ്ട് സാധുക്കളും പാപികളുമായ നമ്മെ അവൻ്റെ ഹബീബും ഇരുലോക നേതാവുമായ ഇമാമുൽ അംബിയ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും നൽകി അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. मज़ीद करम किया परवरदिगार ने हम गुनहगार बंदों पर अपने हबीब मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की उम्मत के साथ ही साथ अपने महबूबीन अहलुल्लाह से हमें निस्बतें अता फरमाई और उनसे वाबस्ता होकर ज़िंदगी गुजारने का अल्लाह ने हमें एक अनमोल मौका व तौफीक अता फरमाया। ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളാക്കി അള്ളാഹു നമ്മെ കൊണ്ടുവന്നതിനോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് സാധുക്കളായ നമ്മെ അവൻ്റെ മഹബൂബീങ്ങളായ ഔലിയാക്കൾ അഹ്ലുല്ലാ മഹാന്മാരുമായുള്ള
ബന്ധം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചു. അവരോടുള്ള ബന്ധത്തിലായി തന്നെ ജീവിതം നയിക്കാനുള്ള മഹത്തായ സന്ദർഭവും അവസരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്തു. और आज अल्लाह ताला अपनी हौल व क़ुव्वत से अपने हबीब के तवस्सुल से अपने एक वली हज़रत बिलाल शाह अलैहिर्रहमा के उर्स शरीफ के मौके पर अल्लाह ताला उनके आस्थाने पर जमा होने की अल्लाह ने हमें तौफीक अता फरमाई. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു വലിയ ബഹുമാനപ്പെട്ട ഹസ്രത്ത് ബിലാൽ ഷാഹ് അലൈഹിർറഹ്മ മഹാനവറുകളുടെ ഉർസിന്റെ ഈ സന്ദർഭത്തിൽ അവരുടെ ഹദറത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു അവൻ്റെ തൗഫീഖ് കൊണ്ട് അവൻ്റെ ഹബീബിന്റെ വസീല കൊണ്ട് നമുക്ക് അവർക്കും അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാ. अल्लाह से हम सबों की यही दुआ है, जिस तरह तूने हमको तेरे वली के आस्थाने पर जमा किया है, ऐ अल्लाह इनके तवस्सुल से, पीरान इज़ाम के तवस्सुल से, सदक़े में रसूलुल्लाह के हमारे ईमान में भी इज़्दियाद अता फरमा, हम सबों की गफलतों को जिक्र में तब्दील फरमा. അല്ലാഹുവിനോട് നാം ഇവരെ ഈ ഹദറത്തിൽ ഒരുമിച്ച് കൂടി ഈ സന്ദർഭത്തിൽ നാം ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമായി മഹാന്മാരായ മശായിഖന്മാരുടെ വസീല കൊണ്ട് ഈ മഹാനവറുകളുടെ മാധ്യമമായി ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഞങ്ങളുടെ ഈമാനിൽ നീ വർധനവുണ്ടാക്കി തരണേ. അശ്രദ്ധ ഞങ്ങൾ നീക്കിക്കൊണ്ട് ദിക്ർ ചെയ്യുന്ന ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ അവരെയും ഉൾപ്പെടുത്തണമേ. हाज़रीन इकराम, अल्लाह ताला हमको अपने एक ऐसे वली की याद में जमा किया है जो अपनी सारी जिंदगी अल्लाह के एक वली की सोहबत अख्तियार करते हुए उनसे फैज़ पाकर अपनी जिंदगी में अल्लाह और उसकी रसूल की मोहब्बत को अपने दिल में पैदा करके जिंदगी जो गुजारे हैं, अल्लाह ताला आज उनकी याद में हम सबों को जमा किया है. ബഹുമാനികളെ, ജീവിതകാലം മുഴുവൻ ഒരു കാമിലായ വലിയന്റെ സഹവാസം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ശിക്ഷണത്തിലായി അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അതിരറ്റ സ്നേഹം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ജീവിതം നയിച്ച അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകക്കാരനായ വലിയന്റെ ഓർമ്മയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. हम यहाँ पर आए हैं, हम भी अगर कोशिश करेंगे, मेहनत करेंगे, इंशाअल्लाह अल्लाह ताला हमको भी ये जिस तरह जिंदगी गुजार कर हमारे सामने से रुखसत कर गए हैं, अल्लाह ताला हमको भी उसी तरह जिंदगी गुजारने की तौफीक अता फरमाएगा. നാമും ഇവരെ മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിലായുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എപ്രകാരം ഇവര് ജീവിച്ചു വിജയിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് വിടവാങ്ങിയോ അതുപോലത്തെ ഒരു ജീവിതം അള്ളാഹു നമുക്കും പ്രദാനം ചെയ്യുന്നതാണ്. बुजुर्गों और दोस्तों, अल्लाह ताला और उसके हबीब को अगर कोई चीज अगर मतलूब है, वो सिर्फ यही है कि अल्लाह और उसके रसूल की मोहब्बत. आज जिसकी याद में अल्लाह ताला हमको जमा किया है, ये अल्लाह और उसके रसूल की मोहब्बत में खुद को ऐसा फना किए हैं. अल्लाह ताला आज इतने साल बाद गुजरने के बावजूद भी अल्लाह ताला उनके नाम को बाकी रखा है. अगर हम भी इनकी जिंदगी से सबक हासिल करते हुए अपने दिलों में अल्लाह और उसके रसूल की मोहब्बत को अगर हम पैदा करेंगे, इंशाअल्लाह अल्लाह ताला हमारे नाम को भी इनके नाम की तरह बाकी रखेगा. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം കൈവരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്.
എപ്രകാരം ഈ മഹാനവറുകൾ അവരെ ജീവിതകാലത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൺമുന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്നേഹത്തിൽ മാത്രമായുള്ളൊരു ജീവിതം നയിച്ചോ, അതിനുവേണ്ടി തൻ്റെ സർവ്വതും ബലിയർപ്പിക്കാൻ തയ്യാറായോ, തൽഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അവരുടെ നാമത്തെ മാഞ്ഞു പോകാൻ അനുവദിച്ചില്ല. അള്ളാഹു തആല അവരുടെ നാമത്തെ ഇന്നും ഉന്നതമായ നിലക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. നാമും അഥവാ നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്നേഹത്തിലായിക്കൊണ്ട് അവൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞുവെക്കുകയാണെങ്കിൽ നാമും ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാമത്തെയും മാഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. എപ്രകാരം അവരെ നിലനിർത്തിയോ അല്ലാഹു നമ്മയും ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. आज दुनिया का अगर हम जायजा लें, आज तकरीबन इल्ला माशा अल्लाह आज हर कोई दुनिया के तलब में अपनी जिंदगी को बसर कर रहा है. हर किसी का एक ही ख्वाहिश, एक ही जरूरत आज हो गई है कि आज दौलत कमाएं, आज दुनिया हासिल करें. अजीज दोस्तों, ये दुनिया अल्लाह जितनी हमारे मुकद्दर में लिखा है जरूर हमको मिलकर रहेगी, लेकिन अल्लाह वालों ने हमको बतलाया है ये दुनिया की तलब से कहीं ज्यादा अगर बेहतर अगर है, अल्लाह अगर किसी को अगर पसंद करता है तो उसकी मोहब्बत और उसके हबीब की मोहब्बत. अगर ये मोहब्बत को अगर अपने दिलों में अगर हम पैदा करेंगे तो ये दुनिया तो फानी होने वाली है, छूटने वाली है, लेकिन ये मोहब्बत को अगर अपने दिलों में अगर हम कायम रखेंगे, ये मोहब्बत को लेकर अगर हम इस दुनिया से जाएंगे तो इंशाअल्लाह सब फना हो जाएगा, लेकिन अल्लाह इसको कभी फना होने नहीं देगा. ബഹുമാനികളെ, ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നാം കണ്ണോടിക്കുകയാണെങ്കിൽ പൊതുവെ ജനങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാ മാഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്ത ആളുകൾ ഒഴികെ സിംഹഭാഗം ആളുകളും ഭൂരിഭാഗം ആളുകളും അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ദുനിയാവിന്റെ മുഹബ്ബത്തിലായിക്കൊണ്ട്, ദുനിയാവിന്റെ സ്നേഹത്തിലായിക്കൊണ്ട്, രാവും പകലും ദുനിയാവ് എന്നുള്ള ഒരൊറ്റ ചിന്തയിലും വിചാരത്തിലും അധ്വാനത്തിലും മാത്രമായി ജീവിതം നയിക്കുകയാണ്. ഇത്രമാത്രം കഷ്ടപ്പെട്ട് ദുനിയാവിന്റെ പിന്നാലെ ജനങ്ങൾ ഓടുന്നതിനാൽ അവർക്ക് ലഭിക്കുന്നതെന്ത്? അല്ലാഹു തആല അഥവാ മുഖദ്ദറിൽ ദുനിയാവ് വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ദുനിയാവ് ലഭിക്കുമെന്നല്ലാതെ അതിലപ്പുറം ഒന്നും തന്നെ അവർക്ക് സമ്പാദിക്കാൻ സാധിക്കുകയില്ല. മരണത്തോടുകൂടി ഏതൊരു ദുനിയാവിന്റെ നശിച്ചു പോകുന്ന നശ്വരമായ ദുനിയാവിന്റെ പിന്നിലാണോ ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ആ ദുനിയാവും അതിന്റെ വസ്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ കൈവലഞ്ഞ് പോകേണ്ട ഒരവസ്ഥയായിരിക്കും നേരിടുക. നേരെ മറിച്ച് ഏതൊരാള് അള്ളാഹുവിനോടുള്ള മുഹബ്ബത്ത്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത്, ഈ മുഹബ്ബത്തിലായിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നശിച്ചു പോകാത്ത ശാശ്വതമായ സുഖവും സന്തോഷവും ലഭ്യമാകുന്ന ഒരു ജീവിതം ഇഹത്തിലും പരത്തിലും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഈ മഹാന്മാരുടെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കാൻ തയ്യാറാകേണ്ടതാണ്. बुजुर्गों और दोस्तों, ये दुनिया की मोहब्बत फानी है. अगर ये फानी के पीछे अगर हम मेहनत कर कर अगर हम फना हो जाएंगे तो बुजुर्गों कभी हम फायदा नहीं उठा सकते. अगर हम अल्लाह और उसके रसूल की मोहब्बत जो बाकी रहने वाली है, अगर ये बाकी के पीछे अगर हम फना हो जाएंगे, अगर हम कुर्बान हो जाएंगे, खुद को फना कर देंगे, अल्लाह ताला हमको कभी फना नहीं करेगा, बल्कि अल्लाह ताला हमको अबदुल आबाद तक अल्लाह ताला हमको बाकी व दाइम रखेगा. ബഹുമാനികളെ, നശ്വരമായ നശിച്ചു പോകുന്ന ഫാനിയായ ദുനിയാവിന്റെ പുറകെ ഓടിക്കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് യാതൊന്നും തന്നെ ലഭിക്കാനില്ല. നേരെ മറിച്ച് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹം, ആ സ്നേഹത്തിലായി നാം ജീവിക്കുകയും ആ കാരുണ്യവാനായ റബ്ബിന്റെ സ്നേഹത്തില് അവന് വേണ്ടി നമ്മുടെ ജീവിതവും സർവ്വതും ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ മരണത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ നമ്മെ നശിച്ചു പോകാൻ അനുവദിക്കുകയില്ല. മറിച്ച് എന്നെന്നും ജീവിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കി നമ്മളെ നിലനിർത്തുന്നതാണ്.
आज हम जिस महीने से गुजर रहे हैं और आइंदा जो महीना अल्लाह ताला हमको अता करने वाला है अपने हबीब के सदक़े में, ये माह ज़िलहज, माह मुहर्रमुल हराम का जो महीना आने वाला है, ये कैसे महीने हैं? इसमें एक तारीख, वाक़यात छुपे हुए हैं जो आज हम सबों को अल्हम्दुलिल्लाह मालूम है। लेकिन अफसोस की बात, उन वाक़यात को सुनकर भी आज दौर हाजिर का मुसलमान इससे सबक हासिल नहीं करके अपनी जिंदगी को बसर कर रहा है। अगर हम ये वाक़यात को सुनकर अगर हम खुद का जायजा लेते और मुहासबा करते और ये वाक़यात से अगर हम कुछ सबक सीखना अगर चाहते हैं, इंशाअल्लाह अल्लाह ताला हमको भी बाकी लोगों की फहरिस्त में शामिल फरमाएगा। ബഹുമാനികളെ, നാം നിലകൊള്ളുന്ന ഈ മാസം ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പുതിയൊരു മാസത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന മാസമാകട്ടെ, അതല്ല ഈ തുടങ്ങാൻ പോകുന്ന മാസമാകട്ടെ, ദുൽഹജ്ജ് മാസം, അതുപോലെ തന്നെ വരാനിരിക്കുന്ന മുഹറം മാസം, ഈ മാസങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ ചരിത്രങ്ങളും സംഭവങ്ങളെയും ഒളിപ്പിച്ചു വെച്ച മാസങ്ങളാണ്. നമ്മൾ ഈ മാസങ്ങളിലൂടെ കടന്നു പോകുന്നു, അതിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ മാസങ്ങൾ നമ്മെ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉന്നതന്മാരായ മഹാന്മാരുടെ ചരിത്രങ്ങൾ, ജീവിതങ്ങൾ അഥവാ നാം മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. പക്ഷേ വളരെ സങ്കടകരമായ അവസ്ഥ, നമ്മൾ ഈ മാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. പക്ഷേ ആ മാസങ്ങൾക്ക് നമ്മോട് പറയാനുള്ള കഥകളേതോ, ആ കഥകൾക്ക് ചെവി കൊടുക്കാനോ അതിലൂടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനോ, ഇപ്രകാരം ആ മഹാന്മാര് അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയങ്കരരായി മാറിയോ, അതുപോലെ നമ്മുടെ നാമത്തെയും അതിനോടൊപ്പം ചേർക്കാൻ നാം ശ്രമിക്കുകയോ ചെയ്യാത്തൊരു ജീവിതമാണ് നാം ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ये माह ज़िलहज का महीना कैसा बाबरकत अजीम महीना, साल का इख्तिताम हो रहा है। अल्लाह ताला कौन से हस्ती का जिक्र हमारे सामने बयान कर रहा है और ये महीना आने के बाद किस हस्ती का हम जिक्र हम करते हैं। कौन है? उल आज़म पैगंबर हजरत इब्राहिम खलीलुल्लाह अलैहिस्सलातु वस्सलाम। कौन है? अल्लाह के दोस्त है। ये दोस्ती जब हजरत इब्राहिम अलैहिस्सलातु वस्सलाम को जब अल्लाह ने अता की, जब अल्लाह ने हजरत इब्राहिम अलैहिस्सलाम को ये मकाम व मर्तबा जब अता किया, क्या किए हजरत इब्राहिम अलैहिस्सलातु वस्सलाम? अपनी सारी जिंदगी अल्लाह के लिए कुर्बान करते हुए, अल्लाह के नाम के लिए, अल्लाह के लिए, उनकी अल्लाह की मोहब्बत के लिए कुर्बान करके खुद को मिटा दिया। लेकिन अल्लाह ताला आपके नाम को क़ियामत तक बाकी रख रहा है। अगर हम मुहासबा करते, जायजा लेते, आपकी जिंदगी से अगर हम कुछ सबक सीखते, तो इंशाअल्लाह अल्लाह ताला हमको भी हमेशा हमेशा के लिए बाकी रखेगा। ബഹുമാനികളെ, ഈ ദുൽഹജ്ജ് മാസത്തിലൂടെ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്രം ആരുടെ ചരിത്രമാണ്? അള്ളാഹുവിന്റെ സ്നേഹിതനായ, അള്ളാഹുവിന്റെ ഖലീലുല്ലാഹി സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സ്നേഹിതനാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തിൽ മാത്രം ജീവിച്ചവരാണ്. അവരുടെ ജീവിതകാലം മുഴുവനും തന്റെ പക്കലുള്ള സർവ്വതും അള്ളാഹുവിന്റെ തൃപ്തിക്കും അള്ളാഹുവിന്റെ സ്നേഹത്തിലും അള്ളാഹുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടി ബലിയർപ്പിച്ചു. തന്നെ ബാക്കിയാക്കാതെ സർവ്വതും അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അവരെയോ അവരുടെ നാമത്തെയോ ഇവിടെ നിന്ന് നാമാവശേഷമായി പോകാൻ അനുവദിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അവരുടെ നാമത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കി നിലനിർത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ മഹാന്മാര് ഏതൊരു സ്നേഹത്തിലാണോ ജീവിച്ചതെങ്കിൽ, എപ്രകാരം ആ സ്നേഹിതനായ റബ്ബിന് വേണ്ടി തന്റെ സർവ്വതും ബലിയർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചോ, അണുമണിത്തൂക്കമെങ്കിലും അതിൽ നിന്നുള്ളൊരു അംശം നാമും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ലോകത്ത് നിന്ന് നശ്വരമായി നശിച്ചു പോകാൻ അള്ളാഹു നമ്മെ അനുവദിക്കുകയില്ല. അള്ളാഹു തആല നമ്മളെയും നിലനിർത്തുകയും ബാക്കിയാക്കി വെക്കുകയും ചെയ്യുന്നതാണ്.
अल्लाह ताला भी हमसे यही चाहता है। ऐसे अजीम हस्तियों को जब अल्लाह ताला इस दुनिया में लाया है, हालांकि आप सारे मखलूक के दरमियान हैं, लेकिन सबसे के बीच में रहकर भी सबसे कटकर जिस तरह जिंदगी गुजार रहे हैं, जिस तरह अल्लाह की मोहब्बत में, अल्लाह के लिए, अल्लाह के नाम के लिए जिस तरह अपनी जिंदगी को कुर्बान कर रहे हैं, अल्लाह भी यही चाहता है कि ऐसे खलील को जब मैं तुम्हारे दरमियान जब भेजा हूँ, अल्लाह क्या बयान कर रहा है, फत्तबिऊ मिल्लत इब्राहीम हनीफा, तुम उनकी इत्तबा करो। जब अल्लाह हमसे चाहता है तो हम ऐसे महीने को जब हम पाए हैं तो हम भी मुहासिबा करना, देखना, अगर हम देखेंगे गौर व फिक्र करेंगे, अल्लाह ताला हम सबों को समझने की तौफीक अता फरमाएगा। ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ഹദ്റത്ത് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഉന്നതരായ ഉലുൽ അസ്മായ നബിയാണ്. അവര് ലോകത്തുള്ള ജനങ്ങൾക്ക് മധ്യയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ സർവ സൃഷ്ടികളിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് തന്റെ ഉടമസ്ഥനും സ്നേഹിതനുമായ അള്ളാഹുവിന്റെ സ്നേഹത്തിൽ മാത്രമായി ജീവിക്കുകയും അവന് വേണ്ടി സർവ്വതും അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം നയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവറുകളെ എത്രമാത്രം ഇഷ്ടപ്പെട്ടു, മഹാനവറുകൾ ജീവിച്ച ആ ജീവിത മാർഗം അല്ലാഹുവിന് എത്രമാത്രം പ്രിയങ്കരമായി, ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൽപ്പന നടത്തുകയാണ്, ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ച ആ മാർഗം, ആ പാന്താവ്, അവരുടെ ആ മില്ലത്തിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. സർവത്തിന്റെ മധ്യത്തിലായിരിക്കെ അവയിൽ നിന്നൊക്കെ മുറിഞ്ഞ് അള്ളാഹുവിനോട് മാത്രം ബന്ധവും സ്നേഹവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നിങ്ങളും ജീവിക്കേണ്ടത് എന്ന് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ കാണിച്ചു തന്നുകൊണ്ട് അല്ലാഹു തആല നമ്മോടൊക്കെ കൽപ്പിക്കുകയാണ്. बुजुर्गों, जब अल्लाह के खलील को जब अल्लाह ताला आजमा रहा है, कैसी मोहब्बत है अल्लाह से, ये मोहब्बत में आजमाइश भी हो रही है और दूसरी तरफ अल्लाह ताला अपनी नेमतों से भी मालामाल कर रहा है। आजमाइश भी आ रही है, दूसरी तरफ अल्लाह के इनामात के बरसात भी हो रही है। एक तरफ ये आजमाइश हो रही है, अल्लाह ताला अपने हुक्म दे रहा है, हजरत इब्राहिम अलैहिस्सलाम को आग में डाल दिया गया, ये आजमाइश हो रही है। दूसरी तरफ अल्लाह इनाम क्या दे रहा है, वो आग को अल्लाह हुक्म दे रहा है कि मेरे इब्राहिम के लिए ठंडी हो जा। ബഹുമാനികളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉടമസ്ഥനായ റബ്ബിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിത രീതി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു ഭാഗത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളും അവന്റെ സമ്മാനങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സ്നേഹത്തിലാണ് സർവ്വതും ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അല്ലാഹു തആലാന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ കാണുന്നു. ആ പരീക്ഷണങ്ങളോടൊപ്പം മറുഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ അല്ലാഹു തആല വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇനാമുകളും അനുഗ്രഹങ്ങളും അതും ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ ഇറക്കപ്പെട്ട പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് അവരെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുകയാണ്. തീക്കുണ്ടാരത്തിലേക്ക് എറിയുക എന്നുള്ള ആ ഭയാനകമായ പരീക്ഷണം നേരിടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഭാഗത്ത് തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന പരീക്ഷണം നാം കാണുന്നെങ്കിൽ അവിടെ അള്ളാഹുവിനോടുള്ള എത്രമാത്രം സ്നേഹത്തിൽ ബന്ധത്തിൽ അചഞ്ചലമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിലകൊള്ളുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇനാമിനെ വർഷിപ്പിച്ചുകൊണ്ട് ആ തീയിനോട് തന്നെ നീ എന്റെ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പായി മാറണമെന്ന് കൽപ്പിക്കുന്ന ഉന്നതമായ അനുഗ്രഹത്തിന്റെ പ്രവർത്തനമാണ് മറുഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. बुजुर्गों, कैसी मोहब्बत, फिर आजमाइश हो रही है। अपनी बीवी को हाजरा अलैहिस्सलाम को, इस्माईल अलैहिस्सलाम को, दोनों को ऐसे मकाम पर छोड़ दे जहां पर एक घास का एक पत्ता भी, एक घास भी नहीं उग सकती, न खतरा पानी है, कोई चीज वहां पर नजर नहीं आती, छोड़ दे। वहां पर आजमाइश हो रही है और इनाम अल्लाह क्या दे रहा है,
अल्लाह ताला हज़रत इस्माईल अलैहिस्सलाम के खदमों से अल्लाह ताला जमजम के पानी को निकाल रहा है। बुजुर्गों जरा गौर करना, आजमाइश भी है अपने दोस्त के लिए, फिर इनाम भी अल्लाह ताला दे रहा है। अगर वो इनाम अगर न देता तो आज ऐसा पाक पानी हमको कहाँ मुयस्सर होता। उनका सदका है जो अल्लाह ताला हमको ये नेमत अता कर रहा है। बुजुर्गों सिर्फ इतना ही नहीं बल्कि अल्लाह कैसे इनामात की बारिश किया। आज अल्लाह ताला उनको वहां पर न भेजता तो आज हम गुनहगारों को अपनी मग़फ़िरत करने का मौका अल्लाह ताला अता न करता। वो काबतुल्लाह को देखकर आज वो काबतुल्लाह आज वहां पर जो मौजूद है ये एक सदका है हजरत इब्राहिम अलैहिस्सलातु वस्सलाम का। ബഹുമാനികളെ, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നു. മഹദിയായ ഹാജറ അലൈഹിസ്സലാമിനെയും അവിടുത്തെ പുന്നാര മകൻ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ആ പാല് കുടിക്കുന്ന പിഞ്ചു കുട്ടിയെയും ഒരു ചെടി പോലും മുളക്കാത്ത ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത വരണ്ട ഭൂമിയിൽ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോരണമെന്നുള്ള പരീക്ഷണമാണുള്ളത്. കഠിനമായ പരീക്ഷണമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം എത്രമാത്രമാണ്. ആ സ്നേഹത്തിന്റെ പേരിൽ എത്ര കഠിനമായതായാലും ശരി, ആ സ്നേഹത്തില് ആ അള്ളാഹുവിന് വേണ്ടി അതൊക്കെ സ്വീകരിക്കാനും സർവ്വതും അവന് വേണ്ടി സമർപ്പിക്കാനും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറാവുകയാണ്. ഒരു ഭാഗത്ത് ഈ പരീക്ഷണമാണ് നമുക്ക് കാണുന്നത്. ഹാജറ അലൈഹിസ്സലാമിനെയും മകനെയും ഇതുപോലത്തെ ഒരു വരണ്ട മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോകണമെന്നുള്ള പരീക്ഷണമാണ് കാണുന്നത്. ആ പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹിതനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ലോകത്തിന് മുഴുവൻ നൽകുന്നതായ അനുഗ്രഹം എന്താണ്? അത് കാരണമായി ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന അവിടുന്ന് സംസം പോലത്തെ ഉന്നതമായ പരിശുദ്ധമായ വെള്ളം എന്നേക്കുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുകയാണ്. ഇന്ന് ലോകത്തുള്ള സർവർക്കും ഉന്നതമായ പവിത്രമായ ഇങ്ങനത്തെ ഒരു ബർക്കത്തായ വെള്ളം ലഭിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹു ചെയ്തൊരു ഇനാമാണ്, അനുഗ്രഹമാണ്. പക്ഷേ ആ ഇനാമിന് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതുപോലത്തെ ഒരു പരീക്ഷണത്തിന് വിധേയമായപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ഒരു ഉന്നതമായ സമ്മാനം നൽകിക്കൊണ്ട് അവരെയും ലോകത്തെയും മുഴുവനും അനുഗ്രഹീതമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസം എന്നുള്ളത് മാത്രമല്ല, പാവങ്ങളായ നമ്മളെപ്പോലത്തവർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ദോഷങ്ങൾ മുഴുവനും ഒരൊറ്റ നോട്ടം ആ കഅബയിലേക്ക് നോക്കിയാൽ അവന്റെ ദോഷങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് പറയുന്ന ഉന്നതമായ അവസ്ഥയിലുള്ള ആ കഅബാലയം അവിടെ പുനരുദ്ധരിപ്പിക്കാൻ കാരണമായത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അവിടെ ഉപേക്ഷിച്ചു പോകണമെന്നുള്ള ആ കൽപ്പനയുടെ പരീക്ഷണത്തിന് വശംവദരായതിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരൊറ്റ പരീക്ഷണങ്ങൾ കാരണമായി ലോകത്തിനും നമുക്കുമൊക്കെ നൽകിയ സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും എത്ര വിശാലമായതാണ് എന്ന് നമുക്ക് ചിന്തിച്ചാലോ എണ്ണിയാലോ കണക്കാക്കാൻ സാധ്യമാവുകയില്ല. അത്രയും വിശാലമായ അനുഗ്രഹങ്ങളാണ് അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചിട്ടുള്ളത്. बुजुर्गों, कैसा अल्लाह की दोस्ती है, कैसा अल्लाह से मोहब्बत है हजरत इब्राहिम अलैहिस्सलाम को। अल्लाह के हुक्म पर अपनी जान को, माल को, औलाद को, सबको कुर्बान कर रहे हैं। आज हम अपना मुहासबा करें, आज हम मुसलमान तो है, हम अपने दिल का जरा मुहासबा करके देखें कि हमारे दिल में अल्लाह की मोहब्बत पैदा हुई है या नहीं हुई है। मुहम्मदुर रसूलुल्लाह की मोहब्बत हमारे दिलों में है या नहीं है। अगर है तो अल्हम्दुलिल्लाह शुक्र अदा करे अल्लाह का और दुआ करे इसमें और इजाफा हो जाए। लेकिन अफसोस की बात, आज नाम तो हम बोलते हैं, अल्लाह का नाम तो लेते हैं, रसूलुल्लाह का नाम तो लेते हैं, मोहब्बत का ऐलान भी करते हैं, लेकिन हमारे जिंदगियों का जब जायजा ले तो कोई कैफियत हमारे अंदर नजर नहीं आती। देखो खलील का क्या मामला है, हजरत इब्राहिम अलैहिस्सलाम का अल्लाह हुक्म दे रहा है अपने बेटे लख्त जिगर हजरत इस्माइल को मेरी राह में ज़िबाह करे। जब हुक्म आया रब्बे जुल जलाल का, हुक्म के तामीर के लिए आप निकल रहे हैं अपने घर से, जब हजरत इस्माइल अलैहिस्सलाम को आजमाइश दी जा रही है, जब ज़िबाह किया जा रहा है, अल्लाह इनाम क्या अता कर रहा है। इधर हजरत इब्राहिम अलैहिस्सलाम का को जो ख्वाब अल्लाह ने अता किया, वो ख्वाब को हजरत इब्राहिम अलैहिस्सलाम ने सच भी कर दिया और इनाम में अल्लाह ताला जन्नत से दुम्बा भी भेज रहा है। बुजुर्गों, ये मोहब्बत है। आज हम औलिया अल्लाह की बारगाहों में आते हैं उर्सों में अपने इनके ज़ियारत करते हैं और खाना खाकर चले जाते हैं। ये कैफियत हमारे अंदर पैदा ना हो।
बल्कि औलिया अल्लाह के खदमों में जब अल्लाह हमको लाया है, उनके फैजान से हकीकी मालामाल होने की हम कोशिश करें। आज देखो यहाँ पर हम अपनी खुदी से नहीं आए हैं, बल्कि अल्लाह ताला हमको कई कई किलोमीटर दूर से इनके बारगाह में पहुंचाया है। अल्लाह चाहता कुछ और है, लेकिन हम कुछ और चाह रहे हैं। जो अल्लाह चाहता है, अगर हम उस चाहत को अगर हम अपनी जिंदगी में उतारेंगे, इंशाअल्लाह हमारे दिलों में भी मोहब्बत इलाही, मोहब्बत रसूल अल्लाह पैदा करेगा। ബഹുമാനികളെ, ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അള്ളാഹുവിനോടുള്ള സ്നേഹം എത്ര അതിരറ്റ സ്നേഹമാണ് അവർക്കുള്ളത്. ആ സ്നേഹത്തിന്റെ പേരിൽ അവർ സ്വന്തം ജീവനും സ്വന്തം ഭാര്യയും മക്കളെയും സമ്പത്തും സർവ്വതും ബലിയർപ്പിക്കാൻ ബഹുമാനപ്പെട്ടവർ തയ്യാറാവുകയാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തിലായി തന്റെ പക്കലുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അർപ്പിച്ചുകൊണ്ട് അവരുടെ സ്നേഹം അവർ അള്ളാഹിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനികളെ, ഇങ്ങനത്തെ ഒരു ജീവിതമാണ് മഹാന്മാരായ അമ്പിയാക്കൾ ജീവിച്ച് കാണിച്ചത്. അവർക്ക് എല്ലാത്തിലും ഉപരി സ്നേഹം അള്ളാഹുവിനോടായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിനോടായിരുന്നു. ഇങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാര് ആ റബ്ബിന് വേണ്ടി തന്റെ സർവ്വതും ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഇന്ന് നാം അവരുടെ നാമം ഉച്ചരിക്കുന്നവരാണ്, അവരെ സ്നേഹിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരാണ്. നമ്മളും അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പലവരി അവകാശപ്പെടുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നാം ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടതാണ്. എപ്രകാരമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തന്റെ സർവ്വതും ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നാമും സ്നേഹത്തിന്റെ അവകാശവാദം ഉന്നയിക്കുന്നെങ്കിലും നമ്മുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ സ്നേഹത്തിന്റെ ഒരു അടയാളവും നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുകയില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, തന്റെ ഓമന മകൻ അവരുടെ കരൾ കഷ്ണമായ ബഹുമാനപ്പെട്ട സയ്യിദന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അറുത്തു കൊടുക്കണം, അള്ളാഹുവിന് വേണ്ടി അവരെ ഖുർബാനാക്കണം എന്നുള്ള കൽപ്പന വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതിൽ രണ്ടാമതായി ഒന്ന് ആലോചിക്കാനില്ല. മകനെയും കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവര് അള്ളാഹുവിന് വേണ്ടി ഈ മകനെ അറുത്തുകൊണ്ട് തന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയെ പ്രാപിക്കാൻ ബഹുമാനപ്പെട്ടവര് മുതിരുകയാണ്. അങ്ങനെ ആ മകനെയും കൂട്ടിക്കൊണ്ട് മകനും അതിന് തയ്യാറാണ്, അള്ളാഹുവിന് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ. ഇത്രമാത്രമുള്ള ഒരു സ്നേഹമാണ് ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൽ അള്ളാഹുവിനോട് നമുക്ക് ദർശിക്കാൻ സാധിക്കുക. ഇങ്ങനെ ഈ നിലക്കുള്ള ഒരു പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് അതിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്ത ആ സ്വപ്നം, ഇതാ ഇബ്രാഹിമെ, നിങ്ങൾ ഇതോടുകൂടി സാക്ഷാത്കരിച്ചിരിക്കുന്നു, നിങ്ങളെ ഗുണവാന്മാരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയുടെ സമ്മാനം നൽകുന്നു എന്ന് മാത്രമല്ല, ആ മകന്റെ സ്ഥാനത്ത് സ്വർഗത്തിൽ നിന്നൊരു ആട്ടിൻകുട്ടിയെ ഇറക്കിക്കൊണ്ട് അതിന്റെ സ്ഥാനത്ത് അറുക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൻആമും അനുഗ്രഹവും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത എന്താണ്? മഹാന്മാരായ അമ്പിയാക്കള്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഈ മഹാന്മാരൊക്കെ അള്ളാഹുവിന്റെ സ്നേഹത്തില് തന്റെ സർവ്വതും ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ ജീവിച്ചപ്പോൾ അവരെയോ അവരുടെ അടയാളങ്ങളെയോ അവരുടെ നാമത്തെയോ നശിച്ചു പോകാൻ അനുവദിക്കാതെ അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ മഹത്വങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെ ഇവിടെ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എപ്രകാരം ഈ അമ്പിയാക്കളുടെ ഓർമ്മ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്നേഹത്തിലായി ജീവിച്ച ഔലിയാക്കളായ മഹാന്മാർ, ആ മഹാന്മാരുടെ നാമത്തെയും അവരുടെ പ്രവർത്തനത്തെയും ഇവിടെ ഖിയാമത്ത് നാൾ വരെ ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ദൃശ്യമാണ് യഥാർത്ഥത്തിൽ ഉറുസ് ആഘോഷങ്ങൾ പോലെയുള്ള സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഈ സന്ദർഭത്തിൽ
നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാണെങ്കിൽ നാം ഒക്കെ നമ്മുടെ അജ്ഞത കാരണം ഇതിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ്. നമ്മൾ ഉറുസാഘോഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ ഫാത്തിഹയിലും സിയാറത്തിലും ഒക്കെ ഒന്ന് കൂടി കുറച്ച് ബർക്കത്തൊക്കെ ഭക്ഷിച്ചു, അതോടുകൂടി ഉറുസ് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് നമ്മിലുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പൊരുത്തത്തിലും എന്റെ പ്രീതിയിലും എന്റെ സ്നേഹത്തിലുമായി ജീവിച്ച ആളുകൾ, അവരെ നാം ഒരിക്കലും നശിക്കാൻ അനുവദിക്കുകയില്ല. അവരുടെ ജീവിതം നിങ്ങൾ മാതൃകയാക്കിയാൽ നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടുകൂടി ഞാൻ നിങ്ങളെ നിലനിർത്തും. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയാലും ശരി, നിങ്ങളെ ഒരിക്കലും നശിക്കാൻ നാം അനുവദിക്കുകയില്ല. നിങ്ങളുടെ മഹത്വത്തെ നാം ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ദൃഷ്ടാന്തമാണ് അല്ലാഹു തആല ഇതിലൂടെ നമുക്ക് കാട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കി ഈ മഹാന്മാരുടെ ഫൈളാനിലൂടെ നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. बुजुर्गों और दोस्तों, जो अल्लाह की मोहब्बत, अल्लाह वालों की सोहबत में आकर और उसके रसूल की मोहब्बत, इनकी सोहबत में आकर जो अपने दिल में पैदा करता है, जो खुद को अल्लाह की मोहब्बत में फना कर देता है, उनका नाम तो दूर की बात, अल्लाह ताला उनके निशानियों को भी अल्लाह ताला कभी फना नहीं करता. उनसे जो वाबस्ता रहते अल्लाह ताला उनको भी कभी फना अल्लाह ताला नहीं करता. ये मकाम, ये मर्तबा हमको भी पाना चाहिए, हमको भी हासिल करना चाहिए. ये फानी दुनिया के पीछे फना मत हो, बल्कि जो बाकी रहने वाली है, अगर उसके पीछे अगर हम फना हो जाएंगे, अल्लाह ताला हमको भी फना से बचाएगा और अल्लाह ताला हमारे निशानियों को भी अल्लाह ताला फानी होने से महफूज रखेगा. देखो हजरत इब्राहिम खलीलुल्लाह, अल्लाह की दोस्ती जब इख्तियार जब किए, जब अल्लाह ने उनको अपना दोस्त बनाया, तो क्या मामला है. इब्राहिम अलैहिस्सलाम का नाम तो बहुत आला है. अल्लाह ताला क्या इरशाद फरमा रहा है, जिस मकाम पर ठहर कर हजरत इब्राहिम अलैहिस्सलाम खाने काबा की तामीर करते थे, अल्लाह ताला क्या इरशाद फरमा रहा है, फत्तखिज़ू मिन मकाम इब्राहिम मुसल्ला. अरे इब्राहिम तो बहुत दूर की बात है, जिस मकाम पर ठहर कर मेरा खलील मेरे काबे की, मेरे घर की जो तामीर किया है, तुम उस मकाम को अपना मुसल्ला बनाओ, सजदेगाह बनाओ. देखो क्या मकाम और मर्तबा है. अगर हमको भी अगर अल्लाह की मोहब्बत अगर मिल जाएगी तो इंशाअल्लाह अल्लाह ताला हमको भी फना होने से बचाएगा. ബഹുമാനികളെ, ഏതൊരാള് അള്ളാഹുവിന്റെ സ്നേഹത്തിലായിക്കൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട്, അള്ളാഹുവിന് വേണ്ടി തന്റെ ജീവിതവും തന്റെ സ്വത്തും തന്റെ സന്താനങ്ങളും തന്റെ സർവ്വതും ബലിയർപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന സ്ഥാനം എത്ര ഉന്നതമായതാണ്. അവരുടെ നാമത്തെ ഒരിക്കലും ഇവിടെ നിന്ന് മാഞ്ഞു പോകാൻ അല്ലാഹു അനുവദിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ അടയാളങ്ങളായിക്കൊണ്ട് അവരോട് ബന്ധപ്പെട്ട വസ്തുക്കളായി ഏതെങ്കിലും ഉണ്ടോ അവയെക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്ഥാനവും മഹത്വവുമാണ് കൽപ്പിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ബഹുമാനികളെ, നാം അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനോടുള്ള തൃപ്തിയും മുഹബ്ബത്തും ഒഴിവാക്കിക്കൊണ്ട് നശിച്ചു പോകുന്ന നശ്വരമായ ദുനിയാവിന്റെ പിന്നിൽ ഓടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമായിക്കൊണ്ട് ജീവിതത്തിലും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടാണുള്ളത്. ഈ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറിച്ച് പറയുന്നവരോ നമ്മെ ഓർക്കുന്നവരോ ആയി ആരും തന്നെ ബാക്കിയാവുകയില്ല. നാമും നശിച്ചു പോകും, നമ്മുടെ നാമവും നമ്മോട് ബന്ധപ്പെട്ട സർവ്വതും നശിച്ചു പോകും. കാരണം നാം ഏതിനെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ അത് നശ്വരമാണ്. ഈ നശ്വരമായ വസ്തുക്കളെ സ്നേഹിച്ച് ജീവിക്കുന്നവരും നശിച്ചു പോകുന്നവരും നശ്വരവുമായിരിക്കും. എന്നാൽ ഒരിക്കലും നശിക്കാത്ത ബാക്കിയായ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് അവനോടുള്ള സ്നേഹം, ആ സ്നേഹം നേടിയെടുത്ത മഹാന്മാരുടെ സഹവാസത്തിലിരുന്നു കൊണ്ട് ആ റബ്ബിന്റെ സ്നേഹം അല്പമെങ്കിലും നാം ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്നേഹിതന്മാരായ മഹാന്മാർക്ക് സുരക്ഷിതത്വം നൽകിയതുപോലെ നമുക്കും അല്ലാഹു തആല സുരക്ഷിതത്വം നൽകുമെന്ന് മാത്രമല്ല, നമ്മോട് ബന്ധപ്പെട്ട വസ്തുക്കളായി ഏതൊക്കെ ഉണ്ടോ ഈ മഹാന്മാർക്ക് അല്ലാഹു നൽകിയതുപോലത്തെ അന്തസ്സും അഭിമാനവും നമ്മോട് ബന്ധപ്പെട്ട വസ്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ മതിയായവനാണ്. നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ഖലീലാണ്, ഉന്നതരായ നബിയാണ്, അവർക്കുള്ള സ്ഥാനം വളരെ ഉയർന്നതാണ്. ആ നബിക്കുള്ള മഹത്വവും സ്ഥാനവും അവിടെ നാമത്തെയും അല്ലാഹു തആല ഈ ലോകത്ത് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതൊരു ഉന്നതമായ അവസ്ഥ തന്നെ, അതിലാർക്കും സംശയമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് മാത്രമല്ല, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധ കഅബ പണിയുന്ന സന്ദർഭത്തിൽ ഏതൊരു കല്ലിന്റെ മേൽ തന്റെ കാല് വെച്ച് കയറി നിന്നോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ പാദങ്ങളുടെ ബർക്കത്ത് പ്രാപിക്കാൻ അവസരം ലഭിച്ച ആ കല്ലിനെ പോലും ഉന്നതമായ ആദരവ് നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിലനിർത്തിയിട്ടുള്ളത്. അല്ലാഹു തആല കൽപ്പിച്ചു, ഫത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. എന്റെ ഖലീലായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ ആ പവിത്രമായ പാദങ്ങൾ പതിഞ്ഞതായ ആ കല്ല് അത് സാധാരണ കല്ലല്ല. ആ കല്ലിനെ നിങ്ങൾക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാക്കി നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വജനങ്ങളോടും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദങ്ങൾ പതിഞ്ഞ കല്ലിന് അല്ലാഹു തആല ഇത്രമാത്രം പവിത്രതയും മഹത്വവും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ, അല്ലാഹുവിന്റെ തൃപ്തിയിലായി തന്റെ ജീവിതം ബലിയർപ്പിക്കാൻ ഒരാൾ തയ്യാറായാൽ, ആ വ്യക്തിത്വങ്ങളെ മാത്രമല്ല അവരോട് ബന്ധപ്പെട്ട അവരുടെ അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ വരെ അല്ലാഹു തആല മായാതെ തേയാതെ നിലനിർത്തുകയും അതിനെ ആദരിക്കപ്പെടുന്നതും വന്ദിക്കപ്പെടുന്നതുമായ വസ്തുക്കളാക്കി അല്ലാഹു തആല മാറ്റുകയും ചെയ്യുന്നതാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. अब अल्लाह ताला अपनी हौल क़ुव्वत से अब हमको इस्लाम का नया महीना मुहर्रम का महीना अल्लाह ताला अता करने वाला है। मुहर्रम का महीना किसकी याद हमको दिलाता है? अहले बैत इमाम हुसैन रज़ी अल्लाह ताला अन्हु की याद हमको दिलवाता है। क्या मामला है आपका जिंदगी का? अगर हम जायजा ले, अल्लाह की मोहब्बत की खातिर, अल्लाह के मंशा, अल्लाह के मर्जी, अल्लाह के कानून की हिफाजत की खातिर, दीन की खातिर खुद को कुर्बान नहीं कर रहे हैं, बल्कि अपनी औलाद को कुर्बान कर रहे हैं, अपने साथियों को कुर्बान कर रहे हैं, 72 नफूस को कुर्बान कर रहे हैं। किसकी खातिर? अल्लाह के दीन की खातिर, दीन की बखा की खातिर, कलमे तौहीद की खातिर, अल्लाह के नाम की खातिर। बुजुर्गों, जब ये मामला, जब ये अल्लाह ताला, जब ये वाक़यात को हमारे सामने जब रखा है, हम मुहासबा करना, देखना हमारे दिलों में भी कि अल्लाह की मोहब्बत और उसके रसूल की मोहब्बत है या नहीं है। ബഹുമാനികളെ, ഇസ്ലാമിക വർഷത്തിന്റെ ആദ്യ മാസമായ മുഹറം മാസമാണ് കടന്നു വരുന്നത്. ഈ മുഹറം മാസം നമുക്ക് കേൾപ്പിക്കുന്ന ചരിത്രമാരുടേതാണ്. മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ ചരിത്രം, സയ്യിദിന ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. നാം ആലോചിക്കണം, ആരാണ് ബഹുമാനപ്പെട്ട സയ്യിദിന ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിനെ ഈ ലോകത്ത് ഉയർത്തിപ്പിടിക്കാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ മഹത്തായ ഇസ്ലാമിക വ്യവസ്ഥകളെ, ശരീഅത്തിനെ ഈ ലോകത്ത് നിലനിർത്താൻ തന്റെ സ്വന്തം ജീവൻ മാത്രം ബലിയർപ്പിക്കുക എന്നതല്ല മഹാനവറുകൾ ചെയ്യുന്നത്. മറിച്ച് തന്റെ സ്വന്തം മക്കളെ മുഴുവൻ ഈ വഴിയിൽ ബഹുമാനപ്പെട്ടവർ ബലിയർപ്പിക്കുകയാണ്. തന്റെ കൂടെയുള്ള 72ഓളം കുടുംബമിത്രാദികളെ ബഹുമാനപ്പെട്ടവര് അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുകയാണ്. അവസാനം സ്വയവും ഈ വഴിയിൽ അള്ളാഹുവിന് വേണ്ടി ഷഹീദാവുകയാണ്, ബലിയർപ്പിക്കുകയാണ് തന്റെ ജീവൻ തന്നെ. എത്രമാത്രം സ്നേഹവും ബന്ധവും അടുപ്പവുമാണ് ഈ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തതികള് ലോകത്തിനു മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്ക് ഈ മഹാന്മാർ നൽകുന്ന പാഠങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നാം നമ്മെക്കുറിച്ചും ആത്മപരിശോധന നടത്തേണ്ടതാണ്. നമ്മളും ഈമാനുള്ളവരാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. ഈ സ്നേഹത്തിന്റെ അടയാളം ഈ മഹാന്മാരായ ആളുകൾ കാഴ്ചവെച്ചത് എപ്രകാരമാണ്? നമ്മുടെ ഉള്ളിൽ നാം പ്രകടിപ്പിക്കുന്ന ഈമാന്, നമ്മുടെ സ്നേഹം ഏത് നിലക്കാണ്? അഥവാ നമ്മുടെ ഹൃദയങ്ങളിലും ഈമാൻ ഉണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു ചെയ്ത ഫളലാണ്. അതിനെ വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതാണ്.
അതല്ല, അങ്ങനത്തെ ഒരു വിശ്വാസം, അങ്ങനത്തെ ഒരു ഈമാൻ, അങ്ങനത്തെ ഒരു സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കാണപ്പെടുന്നില്ല എങ്കിൽ ഈ സ്നേഹം എവിടെ നിന്ന് സമ്പാദിക്കാൻ സാധിക്കും, എങ്ങനെയാണ് ഇത് നേടിയെടുക്കുക എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനത്തെ ഒരു സ്നേഹം ഉണ്ടാക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. बुजुर्गों, ये मोहब्बत कब हमको मिलेगी? ये मोहब्बत अल्लाह की कब हमको हासिल होगी? आज हम अगर दुनिया का अगर हम जायजा ले, हमको हर जगह नमाज किस तरह पढ़ना है, रोजा, ज़कात, हज, अहकाम किस तरह अदा करना है, हमको पता चलेगा। लेकिन अल्लाह की मोहब्बत कैसा हमारे दिलों में पैदा हो, ये कोई हमको नहीं बतलाता। लेकिन करम है परवरदिगार का, सदका है रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का, हम गुनहगारों को अल्लाह ताला औलिया अल्लाह से निस्बतें अता किया है, अहलुल्लाह से अल्लाह ने हमें जोड़ा है, उनसे वाबस्ता किया है। जब उनसे वाबस्ता जब अल्लाह ने किया है तो हम भी अगर हम कोशिश करेंगे, उनकी सोहबतों को अगर हम इख्तियार करेंगे, इंशाअल्लाह अल्लाह ताला हमारे दिल में भी अल्लाह अपनी और अपने रसूल की मोहब्बत को पैदा करेगा। ബഹുമാനികളെ, ഈ മഹാന്മാരായ ഉന്നതരായ അമ്പിയാക്കള്, അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ, ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സ്നേഹം അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടായിത്തീർന്നത്? എങ്ങനെയാണ് ഇങ്ങനൊരു സ്നേഹമുള്ളവരായി അവർ മാറിയത്? നമ്മുടെ ഹൃദയങ്ങളിൽ അങ്ങനത്തെ ഒരു സ്നേഹം എന്തുകൊണ്ട് ഉണ്ടായിത്തീരുന്നില്ല? നാം ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യൽ എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനുള്ള മാർഗങ്ങൾ ധാരാളമുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്ന ആളുകളും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. നിസ്കരിക്കൽ എങ്ങനെയാണ്, നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെയാണ്, സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ വിധിവിലക്കുകളും കൽപ്പനകളും ഒക്കെ പരിചയപ്പെടുത്തി തരുന്ന ആളുകൾ ധാരാളമുണ്ട്. അതൊക്കെ ആവശ്യം തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ ഈമാനുള്ള വ്യക്തിയിൽ ഉണ്ടായിത്തീരേണ്ട ഏറ്റവും ഉന്നതമായ ഒരു ഗുണമാണ് സർവത്തിലും ഉപരിയായി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവനായി മാറുക എന്നുള്ളത്. ഈ നിസ്കാരവും നോമ്പും അമലുകളും പഠിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സർവത്തിലും ഉപരിയായി സ്നേഹിക്കുന്നവനായി മാറുക, അതിന് ആവശ്യമായ പഠനം എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട അവസരമാണ്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ചെയ്ത അനുഗ്രഹമാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉന്നതരായ ഔലിയാക്കളുടെ നിസ്ബത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇവരുടെ സഹവാസങ്ങളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് സർവത്തിലുമുപരി അള്ളാഹുവിനോട് സ്നേഹമുണ്ടാവുക, എങ്ങനെയാണ് എല്ലാത്തിലുമുപരി അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവനായി മാറുക, ഈ സ്നേഹം എങ്ങനെയാണ് ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക, ആ പഠനം നേടാൻ നാം തയ്യാറാകേണ്ടതാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് സർവത്തിലുമുപരി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഈമാനിന്റെ അവകാശികളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുന്നതാണ്. बुजुर्गों, जिस तरह हम अहकाम के इल्म को हासिल करने की हम कोशिश कर रहे हैं, करिए, हमारे ऊपर फर्ज है, लेकिन उसी तरह हम ये भी तलाश करना, ये भी हम कोशिश करना, अल्लाह की मोहब्बत मुझे कहां से मिलेगी, अल्लाह की मोहब्बत मुझे मिलना है, अल्लाह की मोहब्बत मुझे मिल जाए, ये हमारी कोशिश भी होनी चाहिए। देखो अल्लाह क्या अहमियत अपनी मोहब्बत को, अपने हबीब की मोहब्बत को अता किया है। अल्लाह ताला अपने हबीब को बेइज्जत, अपने हबीब की बेइज्जत भी अगर किया है, अपने हबीब को मबूस भी अगर किया है, क्या इरशाद फरमा रहा है, यतलू अलैहिम आयाती, आयतों की तिलावत करके सुनाने के लिए। अब हमको यहाँ पर माना बतला दिया जाता है, कुरान की आयतों की तिलावत करके सुनाया जाए, रसूल का काम। बिल्कुल, कुरान की आयतों को पढ़कर सुनाया जाए, ये है तो ये कुरान में क्या है, ये कुरान की आयात में क्या है? अल्लाह की मोहब्बत के अलावा कुछ और दर्स है? बुजुर्गों, अहकाम भी अल्लाह बयान किया है, खसाइस भी अल्लाह बयान किया है, असरार को भी अल्लाह बयान किया है। एक ही मकसद है ये पूरे कुरान के जरिए, मेरी मोहब्बत, मेरे हबीब की मोहब्बत। अल्लाह ताला अपने हबीब को भी मबूस किया, एक ही मकसद है कि मेरा हबीब अपने बंदों, अपने मेरे बंदों के दरमियान रहकर अपनी उम्मत को ये दर्स दे,
कि मेरी मोहब्बत को अपने दिलों में पैदा करे। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് നാം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കൽ നിർബന്ധമായതാണ്. അത് പഠിച്ചേ തീരൂ, നാം മനസ്സിലാക്കുന്നു. എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ നാം പാലിക്കുന്നെങ്കിൽ, വിരോധനകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നെങ്കിൽ, ആ ഉടമസ്ഥനായ റബ്ബിനോട് നമുക്കുണ്ടാകേണ്ട സ്നേഹം എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥലം പിടിക്കേണ്ടത്? ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനായി എപ്പോഴാണ് മാറുക? എപ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കൾക്കും എനിക്ക് സ്നേഹമായോ എന്നതുപോലെ ആരാണ് എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാക്കി തരുക? ആ സ്നേഹമുണ്ടാകാനുള്ള മാർഗം എന്താണ്? ഇതിനെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ സർവത്തിലും കൂടുതലായി അവന്റെ ഉടമസ്ഥനായ റബ്ബിനെ സ്നേഹിക്കുന്നവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരാൻ കാരണമായ വസ്തുക്കൾ എന്താണ്? അത് എങ്ങനെയാണ് ഉണ്ടായിത്തീരുക? നാം ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചതായ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളായ ജനങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ആ ജനങ്ങളിലേക്ക് അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അല്ലാഹു തആല അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. ആ റസൂലിനെ അയച്ചുകൊണ്ട് ആ റസൂലിലൂടെ അല്ലാഹു ചെയ്ത ഏറ്റവും ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുക. നാം പൊതുവെ മനസ്സിലാക്കിയത് ഖുർആനിക ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുന്നു. ഖുർആനിക ആയത്തുകളും നബി ഓതിക്കേൾപ്പിച്ചു കൊടുക്കുന്നു. ഖുർആനിക ആയത്തുകളും നബി ഓതിക്കേൾപ്പിക്കുന്നു. ഈ ഖുർആനിക ആയത്തുകളിൽ തന്നെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് എന്താണ്? അള്ളാഹുവിന്റെ വഴിയിൽ അവന്റെ സ്നേഹത്തിലായി ജീവിച്ച മഹാന്മാരുടെ ചരിത്രങ്ങളാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ സ്നേഹത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കേണ്ട വ്യവസ്ഥകളാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് സ്നേഹമുണ്ടാകാൻ കാരണമായ അള്ളാഹുവിന്റെ പ്രത്യേകതകളും കമാലാത്തുകളും നമുക്ക് മനസ്സിലാക്കി തരികയും പറഞ്ഞു തരികയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഇപ്രകാരം മുഅ്മിനീങ്ങളായ ജനങ്ങൾക്ക് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹമുണ്ടാകാൻ കാരണമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വർണ്ണനകൾ, അവന്റെ വിശേഷണങ്ങള്, അവന്റെ മഹത്വങ്ങള്, അവന്റെ കമാലുകൾ നമുക്ക് ഓതിത്തന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് മനുഷ്യനെ സർവത്തിലുമുപരി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളാക്കി ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉളവാക്കാൻ കാരണമായ അള്ളാഹുവിന്റെ കമാലുകൾ, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ, അള്ളാഹുവിന്റെ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ആളുകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഇന്ന് നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ മഹത്വങ്ങളും അള്ളാഹുവിന്റെ പ്രത്യേകതകളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ അസ്റാറുകളും അത് പരിചയപ്പെടുത്തുന്ന ആളുകളെ നമുക്കറിഞ്ഞുകൂടാ. അങ്ങനത്തെ ആളുകളുമായി നാം ബന്ധം സ്ഥാപിക്കുന്നില്ല. അത് കാരണമായി അള്ളാഹുവിന്റെ സ്നേഹത്തെ തൊട്ട് ബഹുദൂരം നാം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തിലായി മാത്രം ജീവിച്ച മഹാന്മാരുടെ മാതൃകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അവരെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാക്കാൻ പരിശ്രമിക്കുകയാണ് നാം ഏവരും ചെയ്യേണ്ടത്. बुजुर्गों, सरकार दो आलम सल्लल्लाहु अलैहि वसल्लम जब आए, अल्लाह ने मबूस किया, क्या इरशाद फरमा रहा है? मेरे हबीब का काम क्या है? आयतों की तिलावत करके सुनाएं। जब आयात की तिलावत करके जब सुनाएं सरकार, अब जो आम माना जो होता है उस हिसाब से अगर हम ले, आयात की जब तिलावत करके जब सुनाएं सरकार, उनके अल्लाह से मोहब्बत उनको पैदा हुई या नहीं हुई? अल्लाह से ताल्लुक पैदा हुआ या नहीं हुआ? अल्लाह क्या इरशाद फरमा रहा है? इज़ा तुलियत अलैहिम आयातु ज़ादतहुम ईमाना। जब आयात की जब तिलावत करते हैं तो उनके ईमान में इज़्दियाद होता है। हम मुहासबा करना, जो रसूलुल्लाह जो आयात की तिलावत करके सुनाए, सहाबा जो सुने हैं आयात को, क्या हम नहीं सुन रहे हैं? क्या हम नहीं सुन रहे हैं? फिर हम सुनने के बावजूद भी क्यों अल्लाह से मोहब्बत पैदा नहीं हुई? क्यों अल्लाह से मोहब्बत पैदा नहीं हुई?
वो जब सुने तो एक एक आयत को सुनने के बाद उनके ईमान में इज़्दियाद होता था, और आज हम आयत को सुनने के बाद हमारा ईमान और बर्बाद हो रहा है। इतना फर्क है। अल्लाह ताला हम सबों को समझने की तौफीक अता फरमाए। ये कब हमारे ईमान में इज़्दियाद होगा? अगर हम एक अल्लाह की वली की सोहबत इख्तियार करते हुए, अगर हम उसकी सोहबत में बैठकर अगर हम कुछ कोशिश करेंगे, मेहनत करेंगे, अल्लाह फजल फरमाएगा, हमारे दिलों में मोहब्बत को पैदा करेगा। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തേക്ക് നിയോഗിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായ ജനങ്ങളുടെ മേൽ വലിയ അനുഗ്രഹമാണ് ചെയ്തത്. ഈ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതരായി ചെയ്ത ഒന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നു, യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ആ പ്രവാചകര് ഈ മുഅ്മിനീങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ അതിന്റെ സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന അർത്ഥം മാത്രം പറയുകയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ആയത്തുകൾ ഈ മഹാന്മാരായ സഹാബത്ത് കേട്ടപ്പോൾ അവർക്ക് ഉണ്ടായിത്തീർന്നത് എന്താണ്? അതിലൂടെ അവരുടെ ഈമാന് ശക്തിപ്പെടുകയാണ് ചെയ്തത്, അവരുടെ ഈമാന് ബലപ്പെടുകയാണ് ചെയ്തത്, അവർക്ക് അള്ളാഹുവിനുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം യത്ലു അലൈഹിം ആയാതിഹി, ഇവർക്ക് ആയത്തുകൾ ഓതിക്കൊടുക്കലാണെന്ന് പറയുമ്പോൾ ആ ആയത്തുകൾ ഓതിക്കെടുത്തപ്പോൾ ഉണ്ടായ അവസ്ഥയും ഖുർആൻ പറയുന്നു, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അവരുടെ മേൽ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ ഏതൊരു ആയത്തുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാന്മാരായ സഹാബത്തിന് ഓതിക്കേൾപ്പിച്ചോ, ആ ആയത്തുകൾ ഇന്ന് നമ്മളും ഓതിക്കേൾക്കുന്നില്ല. മഹാന്മാരായ സഹാബത്ത് എത്രമാത്രം അത് കേൾക്കുന്നോ അതിനനുസരിച്ച് അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് അള്ളാഹുവിനുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അതേ ഖുർആൻ നമ്മളെ മേൽ ഓതപ്പെടുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നില്ല. നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നത് പോയി ഉള്ള ഈമാൻ തന്നെ ഖുർആൻ ഓതിയതിനു ശേഷം നിലനിൽക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആധുനിക കാലഘട്ടത്തിലെ ഖുർആൻ ഓതുന്ന ആളുകൾ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് സങ്കടത്തോടു കൂടി പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ബഹുമാനികളെ, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച്, അവന്റെ മഹത്വങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ സ്നേഹമുണ്ടാക്കി തരുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളോട് സഹവസിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും ആയത്തുകളും ഓതപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനുള്ള സ്നേഹമുണ്ടാവുകയും അള്ളാഹുവിനുള്ള സ്നേഹം വർദ്ധിക്കുകയും ഈമാനിൽ സിയാദത്തി വർധനവുണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. बुजुर्गों, कब हमको अल्लाह की मोहब्बत पैदा होगी? इनकी सोहबतों में जब हम बैठेंगे, अल्लाह की पहचान जब हमको मिलेगी, अल्लाह का इरफान जब हमको मिलेगा, एहसानात जो हमारा रब हम पर जो कर रहा है, एहसानात की जो बारिश हम पर हो रही है, अगर हम उसको समझेंगे, उसका एहसास अगर हम पैदा करेंगे, इंशाअल्लाह उस रब से हमको एक ताल्लुक पैदा होगा, मोहब्बत पैदा होगी। जब हम मोहब्बत जब उसकी पैदा होगी, उसके बाद की जिंदगी हम देखें, हमको पता चलेगा कि ये जो मैं जिंदगी गुजार के आया था, ये जिंदगी अल्लाह को मतलूब नहीं थी। अब जो जिंदगी अल्लाह ने मुझे अता किया है, उसकी जान पहचान रखकर जो मैं अब जिंदगी गुजार रहा हूँ, ये जिंदगी अल्लाह को मतलूब है। हमारे अंदर ये एहसास पैदा होगा। देखो अल्लाह के कितने बड़े बड़े एहसानात हैं हम गुनहगारों पर। अगर हम अपनी तरफ जायजा लेकर देखें, हम काबिल नहीं हैं, हम काबिल नहीं हैं, लेकिन अल्लाह अपने हबीब के सदक़े में हम पर कितना बड़ा एहसान, कितने बड़े एहसानात हम पर कर रहा है। सबसे पहला तो अल्लाह ये इरशाद फरमा रहा है कि मैं तुमको मेरे हबीब की उम्मत में पैदा किया, रसूलुल्लाह की उम्मत में अल्लाह हमको पैदा किया, सबसे बड़ा एहसान। और फिर अल्लाह क्या इरशाद फरमा रहा है, हल अताल इंसान हीनु मिन दहरी लम यकुन शय्यन मज़कूरा। अल्लाह क्या इरशाद फरमा रहा है, अरे क्या वो जमाना नहीं गुजरा जब तुम नाम के जिक्र के भी काबिल नहीं थे, जिक्र के भी काबिल नहीं थे। देखो
देखो आज जो हम जिंदगी गुजार रहे हैं, आज जिक्र के काबिल है, लेकिन एक जमाना ऐसा भी गुजरा है हम पर, इंसानों पर, कि हम जिक्र के काबिल भी नहीं थे। कोई जानता था ना पहचानता था, लेकिन हमारा रब उस वक्त से अपने फैजान उलूहियत से, रुबूबियत से हमको माला माल कर रहा है। सिर्फ उस वक्त नहीं, आज भी हमको अगर जिंदगी अगर हम गुजार रहे हैं, अगर बखा अगर हमको मिल रही है, अगर हम नजर आ रहे हैं इस दुनिया में, ये उस रब के रुबूबियत का, उलूहियत का फैजान है, जिसकी वजह से हम जिक्र के काबिल बन रहे हैं। ബഹുമാനികളെ, അള്ളാഹുവിനോട് സ്നേഹമുണ്ടായി തീരാൻ, അള്ളാഹുവിൻ്റെ ഹബീബിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായി മാറാൻ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്നേഹത്തിലായി തൻ്റെ സർവ്വതും ബലിയർപ്പിച്ച ഈ മഹാന്മാരോട് സഹവസിക്കാൻ നമ്മൾ തയ്യാറാകണം. അവരുടെ സഹവാസത്തിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളും, അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങളും, അള്ളാഹുവിൻ്റെ നിഅമത്തുകളും, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്തായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ടായി. അങ്ങനത്തെ ഒരു സ്നേഹമുണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് മനസ്സിലാകും ഇതുവരെ നാം ജീവിച്ച ജീവിതം എങ്ങനത്തെ ജീവിതമായിരുന്നു. അള്ളാഹുവിന് തീരെ തൃപ്തിയില്ലാത്തൊരു ജീവിതമാണല്ലോ ഞാൻ കഴിച്ചുകൂട്ടിയത്. എന്നാൽ ഇങ്ങനത്തെ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ അള്ളാഹു എങ്ങനത്തെ ഒരു ജീവിതമാണ് എനിക്ക് സമ്മാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം എന്താണ്, അത് മനസ്സിലാക്കാനും അതിൻ്റെ സന്തോഷത്തിലായി ജീവിക്കാനും നമുക്ക് സാധ്യമാകുന്നതാണ്. ബഹുമാനികളെ, നാം ഒരിക്കലും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് അർഹമായവരല്ല. നമ്മൾ ഏറ്റവും മോശക്കാരായ ആളുകളാണ്. നമ്മുടെ സ്വന്തം നിലക്ക് അള്ളാഹുവിൻ്റെ ഒരു ഗുണത്തിനും അവകാശികളല്ല നമ്മൾ. പക്ഷേ അള്ളാഹു നമ്മുടെ മേൽ കാരുണ്യം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് ചെയ്ത ഗുണങ്ങൾ എത്രമെല്ലാമാണ്. അള്ളാഹു ഏറ്റവും ഒന്നാമതായി അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളാക്കി നമ്മളെ കൊണ്ടുവന്നു. ഇത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ റസൂലുള്ളാഹിന്റെ സമുദായികളാക്കി നമ്മളെ കൊണ്ടുവന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ചൊരിഞ്ഞു തരുന്ന ഗുണങ്ങളും അവന്റെ നിഅമത്തുകളും അവന്റെ ഇഹ്സാനുകളും ഏതെല്ലാം നിലക്കുള്ളതാണ് എന്ന് ആ റസൂലുള്ളാഹി മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ധാരാളമായി പരിചയപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണുക, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഇന്ന് അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ഓർക്കാതെ തന്റേതായി സർവ്വതും മനസ്സിലാക്കി ജീവിക്കുന്ന ഈ മനുഷ്യൻ, ഹൽ അതാ അലൽ ഇൻസാൻ, ഈ മനുഷ്യന്റെ മേൽ ഇങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? ലം യകുൻ ശൈഅൻ മദ്കൂറ, ഒരാളുടെ ചർച്ചയിലോ ഒരാളുടെ നാവിൻ തുമ്പത്തോ പറയപ്പെടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നില്ലേ ഈ മനുഷ്യനുണ്ടായിരുന്നത്? ഒരാളും ഓർക്കാനോ പറയാനോ ഇല്ലാത്ത ഒരു കാലം നാം അടക്കമുള്ള സർവരുടെ മേലും കഴിഞ്ഞു പോയിട്ടില്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് അവന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഇന്ന് ആളുകൾക്ക് മുമ്പിൽ പറയപ്പെടുന്നവൻ, പേരുള്ളവനായി ജീവിക്കുന്ന ഒരാളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റിയിട്ടുള്ളത്. അങ്ങനെ കുറെ കാലം നമ്മൾ അറിയപ്പെടാത്ത ഒരാളും പറയപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ ഇന്ന് സർവരാലും പറയപ്പെടാൻ പറ്റിയ ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. കൊണ്ടുവന്നതിന് ശേഷവും ഇപ്പോഴും ഓരോ നിമിഷവും അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ ഉലൂഹിയത്തിന്റെ റുബൂബിയത്തിന്റെ ഫൈള് നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ സമയത്തും നാം അതുപോലെ തന്നെ ഒരാളാലും പറയപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടവരാണ്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിന്റെ ഫൈളാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്ത് മനുഷ്യരാക്കി വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഈ കാര്യം നാം മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിനോട് നമുക്ക് സ്നേഹവും അടുപ്പവുമായി തീരാൻ കാരണമായി തീരുന്നതാണ്. बुजुर्गों, हम जिक्र के भी काबिल नहीं थे, अल्लाह ने हमको जिक्र के काबिल बनाया। ये हमारा कमाल नहीं है हम जो जिक्र के काबिल बने, ये हमारा कमाल नहीं है, ये उस रब का कमाल है जो हम नाखिस को अला तरतीब जो कामिल किया है, उस रब का कमाल है। ये हमारा कमाल नहीं हम जिक्र के काबिल बने, ये उस रब का करम नवाजी है जो हमको इसका काबिल बनाया है, इसका काबिल बनाया है।
हमको अल्लाह ताला एक जमाना था हम जिक्र के काबिल नहीं थे, अब जिक्र के काबिल बना दिया। हम ये तो एक मायना है, अल्लाह वाले कई मायने बयान किए हैं, कई अंदाज में बयान किया है। अल्लाह वालों ने हमें ये भी बतलाया है, अरे जो तेरी साथ गई है, अब जो साथ आने वाली है, तू इसमें भी शय नाकिस है और जिक्र के काबिल भी नहीं है। गई सो साथ भी अल्लाह अपने जिक्र के काबिल तुझे बनाया, आने वाली साथ में भी अल्लाह तुझे जिक्र के काबिल बना रहा। कैसा उसकी करम नवाजी है। अगर हम किसी को एहसास हो जाए तो फिर बतलाइए, क्या बंदा फिर अल्लाह का दोस्त नहीं बनेगा? क्या जो बंदा जान लेगा, क्या वो बंदा फिर अल्लाह की दुश्मनी में रह सकता है? क्या वो अदुउल्लाह बन के रहेगा या वलीउल्लाह बन के रहेगा? हम खुद अपना मुहासबा करेंगे, इंशाअल्लाह अल्लाह हम पर फजल फरमाएगा। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യങ്ങൾ, അവന്റെ അനുഗ്രഹങ്ങൾ എത്രമാത്രം ഉന്നതമായതാണ്. നാം നേരത്തെ പറയപ്പെടാൻ പോലും പറ്റാത്തൊരു വസ്തുവായിരുന്നു. ഇന്ന് നാം പറയപ്പെടാൻ യോഗ്യമായവരായി മാറിയിരിക്കുന്നു. ഇന്ന് പറയപ്പെടാൻ യോഗ്യരായി മാറിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രത്യേകതകളെ കൊണ്ടോ നമ്മുടെ അടുക്കലുള്ള എന്തെങ്കിലും യോഗ്യതകളെ കൊണ്ടോ അല്ല. നമ്മളൊക്കെ പറയപ്പെടാൻ അർഹരായി മാറിയത്, പറയപ്പെടാൻ യോഗ്യരായി മാറിയത് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ പേരിലാണ്. അവൻ അവന്റെ റുബൂബിയ്യത്തിന്റെ ഫൈദാന് കൊണ്ട് ഈ ഒന്നുമല്ലാത്ത നാഖിസായ വസ്തുവിനെ ഘട്ടം ഘട്ടമായി ഉന്നതിയിലേക്ക് എത്തിച്ചതിന്റെ പേരിലാണ് നമ്മളൊക്കെ പറയപ്പെടാൻ യോഗ്യരായി മാറിയിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളാരും ഇന്നും പറയപ്പെടാൻ യോഗ്യരായ അവസ്ഥയിലല്ല ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒന്നുമല്ലാത്ത, പറയപ്പെടാൻ പോലും പറ്റാത്തതായ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് രൂപവും കോലവും ജീവനും നൽകിക്കൊണ്ട് ഈ ലോകത്ത് പടച്ചു കൊണ്ടുവന്നു, നമ്മളെ നിലനിർത്തി വളർത്തി. അങ്ങനെ നാം ഇതാ ഇന്ന് പറയപ്പെടാൻ യോഗ്യരായി മാറിയിരിക്കുകയാണ് എന്നത് ഇതിന്റെ ബാഹ്യമായ സാധാരണയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരർത്ഥമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇനിയും പല തലത്തിലും ഇതിന്റെ അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നീ കഴിഞ്ഞ നിമിഷം നീ ഉണ്ടായിരുന്നെങ്കിൽ ആ കഴിഞ്ഞ നിമിഷവും നീ പറയപ്പെടാൻ യോഗ്യനല്ലാതെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പറയപ്പെടാൻ നീ കഴിഞ്ഞ നിമിഷത്തിൽ നിന്നെ യോഗ്യനാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അടുത്ത വരാനിരിക്കുന്ന നിമിഷവും നീ പറയപ്പെടാൻ യോഗ്യനല്ലാത്ത അവസ്ഥയിൽ തന്നെയാണുള്ളത്. അടുത്ത നിമിഷം നീ പറയപ്പെടാൻ യോഗ്യനായി മാറുന്നെങ്കിൽ അതും ഈ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആ അല്ലാഹുവാണ് നിന്നെ ഈ പറയപ്പെടാൻ യോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിലക്കാതെയുള്ള ഈ അനുഗ്രഹ പേമാരിയെ ഒരു മനുഷ്യൻ തിരിച്ചറിയുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനായി മാറുകയില്ലേ? അവൻ അല്ലാഹുവിന്റെ ശത്രുവായി, അദുവുള്ളയായി ജീവിക്കാൻ തീരുമാനിക്കുകയാണോ ചെയ്യുക? അതല്ല, വലിയുള്ളയായി അല്ലാഹുവിന്റെ സ്നേഹിതനായിക്കൊണ്ട് അല്ലാഹുവിന്റെ സ്നേഹത്തിലായി ജീവിക്കാൻ തയ്യാറാവുകയാണോ ചെയ്യുക? ഈ നിലക്ക് റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നവരോട് അടുപ്പമുണ്ടാക്കുകയും അവരിലൂടെ റബ്ബിനെ പരിചയപ്പെടുകയും ചെയ്യുക മാത്രമേ ഒരു പോം വഴിയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. वक्त हो चुका है, इंशाअल्लाह बस यही उम्मीद है। हम औलिया अल्लाह की बारगाहों में आ रहे हैं, जा रहे हैं, बस ऐसे ही आइए और जाइए, बल्कि आए हैं तो फैजान से मालामाल होकर जाइए। इनकी जिंदगी को देखकर कुछ सीखिए। अगर हम सीखेंगे इंशाअल्लाह अल्लाह हम पर भी रहम फरमाएगा। अल्लाह ताला हमारे क़ुलूब में भी अपनी अपने हबीब की मोहब्बत, अपने महबूबीन की मोहब्बत अल्लाह हमारे दिलों में पैदा करेगा। സമയം കൂടുതലായിരിക്കുന്നു, പൂർണ്ണമായിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അഹ്ലുകാരായ മഹാന്മാർ, അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ ഹദ്റത്തിൽ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഇങ്ങനെ വെറും ഒരു വന്നും പോക്കുമാക്കി നമ്മുടെ ഈ വരവും പോക്കുമാക്കരുത്. മറിച്ച് ഈ മഹാന്മാർ ജീവിച്ച ജീവിതം ഏത് നിലക്കാണ്, അവർ എപ്രകാരം ഏതൊരു സ്നേഹത്തിലും ഏതൊരു ബലിയർപ്പണത്തിലുമായിട്ടാണോ ജീവിതം നയിച്ചതെങ്കിൽ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി അവരുടെ ഫൈലാനിലൂടെ നമ്മുടെ ഹൃദയത്തിലും അള്ളാഹുവിനോടും അവൻ റസൂലിനോടുള്ള മുഹബ്ബത്ത് വർദ്ധിപ്പിക്കാനും ഈമാനിനെ കൂടുതലാക്കാനും നാം പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായും നാം ഒക്കെ അനുഗ്രഹീതരായി മാറുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ.
अल्लाह से दुआ है जो भी हम सुन रहे हैं कह रहे हैं उस पर अमल के, सुनने से कहीं ज़्यादा अमल की हमें तौफीक अता फरमा। ऐ अल्लाह हमारे क़ुलूब में तेरी मोहब्बत अता फरमा, तेरे महबूबीन की मोहब्बत अता फरमा, बिलखुसूस तेरे हबीब की मोहब्बत हमारे दिलों में पैदा फरमा। ऐ अल्लाह हमारे क़ुलूब से दुनिया की मोहब्बत को हटा दे, तेरे दीन का इल्म हासिल करने का हमें आला ज़ौक़ और शौक़ अता फरमा। ऐ अल्लाह जिस तरह तूने हमें अपने वली की याद में हमें जमा किया है, ऐ अल्लाह उसी तरह हम सबों की गफलत को भी दूर फरमा, हम सबों को तेरे ज़ाकिरीन बंदों के फहरिस्त में शामिल फरमा। हर वक्त तेरी याद में, तेरी याफ्त में, तेरे ज़िक्र और शुक्र में ज़िंदगी बसर करने की तौफीक अता फरमा। ऐ अल्लाह तू रहम फरमा, करम फरमा, तेरे महबूबीन के हकीकी फैज़ान से हम सबों को माला माल फरमा। ऐ अल्लाह इस महफिल में जो बीमार है सबों को शिफा अता फरमा, इनके मुतवस्सिलीन जो बीमार है अल्लाह उन्हें भी शिफा अता फरमा। अहले सिलसिला जो बीमार है अल्लाह उन्हें भी शिफा अता फरमा, जो परेशान हैं उनके परेशानियों को दूर फरमा, जो क़र्ज़ों में मुब्तला है उन्हें क़र्ज़ों से नजात दे, जो बेरोज़गार है उन्हें रोज़गार अता फरमा, जो बे औलाद है उन्हें औलाद अता फरमा, जो औलाद रखते हैं पाक परवरदिगार उनके औलाद को नेक सालेह और सालेहात से बना। ऐ अल्लाह हमारे बीवी बच्चों को हमारी आँखों की ठंडक बना। ऐ अल्लाह हम सबों को उनका इमाम बना। ऐ अल्लाह तू रहम फरमा, करम फरमा। ऐ अल्लाह जिनके माँ बाप इस दुनिया से चले गए हैं सबों की ख़बरों को नूर से मुनव्वर फरमा। ऐ अल्लाह जिनकी औलाद चले गई है अल्लाह उनकी भी ख़बरों को नूर से मुनव्वर फरमा, सबों के दर्जात को बुलंद फरमा। ऐ अल्लाह बिलखुसूस हमारे शयूख़ के ख़बर को नूर से मुनव्वर फरमा, आपके फैज़ान से हम सबों को माला माल फरमा, आपके दर्जात को बुलंद से बुलंद फरमा। ऐ अल्लाह तू रहम फरमा, करम फरमा। ऐ अल्लाह हमारी ज़िंदगियों से तो राज़ी हो जा। ऐ अल्लाह बार बार ऐसे महफिलें सजाने की, ऐ अल्लाह तेरा ज़िक्र करने की, ऐ अल्लाह हम सबों को तौफ़ीक़ अता फरमा। बिजाहि सय्यिदना मुहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम।